എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അതീവ ഭക്തിയോടുകൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക. ഏത് തരത്തിലുള്ള തിരക്കുകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ തിരക്കുകളിലൂടെ പോകുന്നവരാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മാതാവിനോട് തുറന്നു പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ, സാമ്പത്തികപരമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ അത്തരം ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുക. അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നിടം വരെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കൃപാസന മാതാവ് അനുഗ്രഹിക്കുന്നതാണ്. അപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. അമ്മേ മാതാവേയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഏത് സമയത്താണെങ്കിലും പങ്കെടുക്കുന്ന സമയത്ത് അവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവെ, സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു രീതിയിലും വളർച്ച എത്താത്തവർ, എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ, ഇല്ലെങ്കിൽ ജോലിയിൽ കയറിയിട്ട് ജോലിയിൽ ബുദ്ധിമുട്ടിൽ നേരിടുന്നവർ, ജോലി നേടിയിട്ട് ശമ്പളം കിട്ടാത്തവർ, കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ പണം മറ്റുള്ളവർ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ, കടമെടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം, ജപ്തി വക്കിൽ നിൽക്കുന്നവർ, അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ അമ്മേ മാതാവെ പങ്കെടുക്കുന്നവരാണ്. പണം എല്ലാത്തിനും വലുതല്ല, എന്നിരുന്നാലും പണം ആവശ്യമാണല്ലോ അമ്മേ. അതുകൊണ്ട് തന്നെ ഇവരെ അമ്മേ മാതാവെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു നല്ലൊരു ഉയർച്ചയിൽ, സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ചയിൽ ഇവരെ വളർത്തിക്കൊണ്ടുവരണമേ. ഒരു തരത്തിലുള്ള മോശം പ്രവർത്തികളിലേക്കും ഇവർ പോവാതെ ഇവരുടെ സാമ്പത്തിക ഉയർച്ചകൾ നന്മയിലൂടെ വളരുവാൻ, അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരുവാൻ ഇടയാക്കണമേ. അതുപോലെ തന്നെ ഇവർ പണിയെടുക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ഇവരാൽ നല്ല രീതിയിൽ ആ ബിസിനസ് വളർന്ന് മുന്നോട്ട് പോകുവാനും, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഞെരുക്കത്തിൽ കഴിയുന്നത് കാരണം ഒറ്റപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മേ, അതിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സ്ഥലത്ത് എല്ലാവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി, ഒരു കുടുംബമാക്കി അമ്മേ മാതാവെ അവരെ മാറ്റണമേ. അതുപോലെ തന്നെ ജോലിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് ലോണുകൾ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നവർ, അവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെ അമ്മേ മാതാവേ, അമ്മയുടെ കരസ്പർശം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എപ്പോഴും അമ്മയുടെ ആ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. അമ്മേ മാതാവേ, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവൃത്തിയുടെ തിന്മയെ രക്ഷിക്കണമേ. നിങ്ങളുടെ ആവശ്യം ഇപ്പം മാതാവിനോട് പറയാം. ഞാൻ ഈ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലുമ്പം നിങ്ങളുടെ ആവശ്യം പറയാം. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നീക്കിയവൻ. കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ടിടുക. ആവശ്യങ്ങൾ നടക്കുന്നിടം വരെ ഞങ്ങൾ കൃപാസന മാതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ.